സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അത്യുജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും RSPയുടെ നന്ദി ഔപചാരികമായി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ആ തിളക്കമാർന്ന വിജയം കൈവരിച്ചതിന് ആധാരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായത്. വിശദമായ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലകളിൽ നിന്ന് ലഭ്യമായതിനു ശേഷം സമഗ്രമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ വ്യക്തമാണ്. ഇന്നലകളിൽ UDF പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിൽ ഒരു ദശാബ്ദക്കാലമായി അധികാരത്തിലിരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരത്തിൻ്റെ ശക്തമായ പ്രതിഫലനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നുള്ളത് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്നതാണ്. മറ്റൊരു കാര്യം RSP എന്ന നിലയിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത്. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി എന്നതിനപ്പുറത്ത് ഇടതു നയവ്യതിയാനത്തിനെതിരായ ശക്തമായ താക്കീത് കൂടിയായിരുന്നു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും. ആശാ വർക്കേഴ്സിൻ്റെ സമരം നടന്നപ്പോൾ, കേരയിൽ സമരം നടന്നപ്പോൾ, അതുപോലെ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ അകത്ത് കിടന്നപ്പോഴൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നൈതികത കേവലം പോലും പുലർത്താതെ ആ അധോലോക സംഘങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന നിലയിലുള്ള നിലപാടാണ് സത്യത്തിൽ CPM ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണരംഗത്ത് പൊതുവെ സ്വീകരിച്ചത്. അപ്പോൾ ആ ഇടത് നയവ്യതിയാനത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ മനസ്സുള്ള ജനവിഭാഗങ്ങളുടെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇതിൻ്റെ എല്ലാം കൂടി കൾമിനേഷനായിരുന്നു 102 സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിച്ചു. ആ അഭിമാനകരമായ വിജയം കൈവരിക്കുമ്പോൾ RSPയെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയമാണ് ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത്. പാർട്ടി മത്സരിച്ച 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് 10 വർഷക്കാലം നിയമസഭയിൽ കേവലമായ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്ന പാർട്ടി ഇന്ന് മത്സരിച്ച 5 സീറ്റുകളിൽ, അതിൽ പ്രത്യേകിച്ചും പയ്യന്നൂരിൽ പാർട്ടി സീറ്റിൽ മത്സരിച്ച സ്വതന്ത്രമായി മത്സരിച്ച ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചുകൊണ്ട് പാർട്ടിയുടെ അതിശക്തമായ തിരിച്ചുവരവിൻ്റെ തുടക്കം കൂടിയാണ് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ആ നിലയിൽ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്നതിനും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സഹായകരമായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, പ്രത്യേകിച്ചും RSPയുടെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോടും UDFൻ്റെയും അതുപോലെ പാർട്ടിയുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പ്രഥമ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷിബു ബേബി ജോണിനെ നിർദ്ദേശിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് നിയമസഭാംഗങ്ങളുടെ കൂടി സൗകര്യം കൂടി പരിഗണിച്ച് യോഗം അടിയന്തരമായി വിളിച്ചു ചേർന്ന് മറ്റ് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി UDFന് തിളക്കമാർന്ന വിജയം നൽകിയ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി, ചാരിതാർത്ഥ്യം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയും UDF കാലത്തിന് അനുരോധമായ നിലയിൽ, ജനങ്ങളുടെ വികാരത്തിന് അനുരോധമായ നിലയിൽ ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും മികവുറ്റ ഒരു ഭരണം സംസ്ഥാനത്തിന് പ്രദാനം ചെയ്യും. ആ പ്രത്യാശയാണ്, പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്.
തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർലമെന്ററി പാർട്ടി നേതാവായി കൂടി തെരഞ്ഞെടുക്കപ്പെട്ട സൗ ഷിബു ബേബി ജോൺ നിങ്ങളെ അഭിസംബോധന ചെയ്യും.